മാത്രം വിളമ്പിയാൽ പോരാ, ജനങ്ങളോടുള്ള സമീപനത്തിൽ കാതലായ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകുന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കേണ്ടത്. തലശ്ശേരിയിൽ കാരായി രാജൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, കൂത്തുപറമ്പിൽ PK പ്രവീൺ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള കോട്ടകളിൽ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ധർമ്മടത്ത് പിന്നിൽ പോകുന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മട്ടന്നൂരിൽ പിന്നിട്ട് പോകുന്നത്, തളിപ്പറമ്പിൽ പിന്നോട്ട് പോകുന്നത് എന്തോ. ഉറപ്പായിട്ടും തവനൂരിൽ 6 റൗണ്ടിൽ പിന്നിട്ടപ്പോൾ ലീഡ് 92 വോട്ടായി കൂടുന്നു. തൃത്താലയിൽ VT ബൽറാം ലീഡ് ഉയർത്തുന്നു. 3992 വോട്ടിന്റെ ലീഡ്. അഭിലാഷ് പറഞ്ഞ AD തോമസിന്റെ കാര്യത്തോട് കൂട്ടിച്ചേർക്കാറുണ്ട്. കാരണം വീട്ടിൽ പോയി ഇരിക്കാണെന്ന് പത്തനംതിട്ടയിൽ പോയി പിണറായി പറഞ്ഞപ്പോ പിണറായിയോട് ആ വീട്ടിൽ പോയിരിക്കുന്നത് ജനം പറയുകയാണ്. രണ്ടാമത് AD തോമസിനെ കൊണ്ട തല്ല് കേരളത്തിലെ അമ്മ മനസ്സുകളെ നോവിച്ച് ചെറുതൊന്നുമല്ല, ചെടിച്ചട്ടി കൊണ്ടാണ് ആ ചെറുപ്പക്കാരുടെ തലക്കടിച്ചത്. 8 മാസത്തെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമോ എന്ന് അറിയില്ല. എന്തായാലും അവരും ആഹ്ലാദത്തിൽ പങ്കെടുക്കുകയാണ്, അതിൽ പങ്കുചേരുകയാണ്. അവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. 42 സീറ്റിലേക്ക് LDF ചുരുങ്ങുന്നു, 41ലേക്ക് ചുരുങ്ങുന്നു, UDF 95ലേക്ക് എത്തുന്നു. ഒരു കാര്യം കൂടി, തമിഴ്നാട്ടിൽ വലിയ അത്ഭുതമാണ് വിജയ് കാണിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ BJP കേവലം ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അസമിലും പുതുച്ചേരിയിലും BJP തുടർ ഭരണം ഉറപ്പിക്കുന്നു. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കൂടി നോക്കിയാൽ വളരെ വ്യത്യസ്തമാണ്. തുടർ ഭരണം പ്രതീക്ഷിച്ച MK സ്റ്റാലിനും ഒപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. പച്ചലഡുവുമായി ലീഗിന്റെ ആഘോഷമാണ് വേണ്ടത്. ഇതിനിടയിൽ വാമനപുരം തിരുവനന്തപുരത്ത് LDFന്റെ പ്രധാനപ്പെട്ട കോട്ടയായിരുന്ന DK മുരളിയെ വളരെയധികം പിന്നിലാക്കിക്കൊണ്ട്, അതായത് 7ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധീർ ഷാ പാലോട് 5538 വോട്ട് റൗണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു എന്ന് പറയാം. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു സന്ദേശമാണ്, ഇതൊരു നിശബ്ദ തരംഗമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അത് അങ്ങേയറ്റം ഭരണവിരുദ്ധ തരംഗമായിരുന്നു, ഇടതുവിരുദ്ധ തരംഗമായിരുന്നു, പിണറായി വിരുദ്ധ തരംഗമായിരുന്നു എന്നതാണ് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ഇപ്പോഴിതാ എന്തായാലും മുസ്ലിം ലീഗ് അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PMA സലാമിന്റെ പോസ്റ്റിൽ നമ്പർ 2 ആണ്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രിയാണോ അതെ എന്നത് സംശയിക്കണം, ആയിരിക്കുന്നതാണോ ഉപമുഖ്യമന്ത്രി എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ സംശയിക്കണം. അങ്ങനെയെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടി അല്ലാതെ മറ്റൊരു ഉപമുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാ ലീഗ് വലിയ ആഘോഷത്തിൽ തന്നെയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ ആരും ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. ഇതാ PMA സലാമിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സലാമാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ 2ാം നമ്പർ കാറ്, അത് ഞങ്ങൾക്കുള്ളതാണ്, മുസ്ലിം ലീഗിനുള്ളതാണ്, അത് ലീഗ് ഓഫീസിന്റെ മുന്നിലേക്ക് എത്തും. ആ തീയതി നമുക്കറിയില്ല. ഇനി തീരുമാനിക്കേണ്ടത് സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നതാണ്. ഇപ്പോൾ ഇന്ദിരാഭവനിൽ ഇട്ടിരിക്കുന്ന ആ പന്തൽ പൊളിച്ചു മാറ്റേണ്ടി വരില്ല. ആ പന്തൽ അങ്ങനെ മന്ത്രിസഭാ സത്യപ്രതിജ്ഞയുടെ ആഘോഷ ദിനത്തിൽ അവിടെ പ്രവർത്തകർക്ക് ഇരുന്ന് അതേ വിജയത്തിനോടൊപ്പം തന്നെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ കൂടി കണ്ട് ആ പന്തൽ പൊളിച്ചാൽ മതി എന്നതാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ നിന്നുള്ള ഏറ്റവും സന്തോഷകരമാകുന്ന വിവരം. അവിടെ ഇപ്പോഴും നൂറുകണക്കിന് അണികളുണ്ട്, നൂറുകണക്കിന് പ്രവർത്തകരുണ്ട്. അവർ വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. ഘടകകക്ഷികൾക്കും ഏറെ അഭിമാനിക്കാവുന്ന പോരാട്ടം തന്നെയാണിത്. പ്രത്യേകിച്ച് UDFന്റെ 2ാമത്തെ ഘടകകക്ഷി പ്രധാനപ്പെട്ട വാർത്ത പയ്യന്നൂര് ഉണ്ണികൃഷ്ണൻ ലീഡ് 987 അട്ടിമറിയിലേക്ക് കുഞ്ഞിക്കൃഷ്ണൻ ലീഡ്, പയ്യന്നൂരിൽ കുഞ്ഞിക്കൃഷ്ണൻ ലീഡ്, തളിപ്പറമ്പിൽ മധുസൂദൻ ലീഡ്. CPMന്റെ കോട്ടകൾ അമ്പാടെ തകരുന്നു. കണ്ണൂരിൽ പോലും കോട്ടകൾ കോട്ട കൊത്തളങ്ങൾ ഇളകുന്നു. കണ്ണൂരിൽ പോലും വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത്ര വലിയ ജനവിരുദ്ധത, ജനവിരുദ്ധ വികാരം, അത്ര വലിയ ജനവിരുദ്ധ വികാരം അത് കൃത്യമായും CPIMനോടുള്ള വിരുദ്ധതയായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് അറിയേണ്ടത്. കാരണം ഏറ്റവും കൂടുതൽ തോൽവി വാങ്ങുന്നത് CPIM സ്ഥാനാർത്ഥികളാണ് എന്നതാണ്. പലയിടത്തും CPIക്ക് മാനം കാക്കാനെങ്കിലും പറ്റുന്ന തരത്തിലുള്ള വിജയത്തിലേക്കോ അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്കോ സാധിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിലെങ്കിലും VD സതീശനെ പോലും രാഷ്ട്രീയ എതിരാളിയായി ടൈസന് വിറപ്പിക്കാൻ സാധിച്ചിരുന്നു എന്നത് CPIക്ക് വലിയ ആശ്വാസമാണ്. പക്ഷേ CPIMന് അഭിമാനിക്കാൻ ഒന്നുമില്ല. പ്രധാനപ്പെട്ട നേതാക്കളിൽ മുഹമ്മദ് റിയാസ് മാത്രമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 43,639 വോട്ടുകൾ കിട്ടുന്നു, 876 വോട്ടിന്റെ ലീഡ്.
TI മധുസൂദനന് കിട്ടുന്നത് 42,763 വോട്ടുകളാണ്. കഴിഞ്ഞ തവണ 40,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച ഇടത്താണ് ഈ അവസ്ഥ എന്നത് ഓർക്കണം. മറ്റൊരു ചിത്രം, അതായത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ്. മാജിക് നമ്പറിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വോട്ടെണ്ണൽ പൂർത്തീകരിച്ചിട്ടില്ല. ഞങ്ങള് നഷ്ടപ്പെട്ടു പോയ ഞങ്ങളുടെ പല സീറ്റുകളും ഇനി എണ്ണാനുള്ളത് UDF-ന് വലിയ മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്. കൊച്ചിയിലാണെങ്കിൽ കണ്ണമാലി, ചെല്ലാനം, കുമ്പളങ്ങി പ്രദേശം എണ്ണിക്കഴിയുന്നതോടുകൂടി ഞങ്ങളുടെ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിക്കാൻ പോവുകയാണ്. തൃപ്പൂണിത്തറയിലും മുനിസിപ്പാലിറ്റി ഏരിയ കഴിഞ്ഞ് ഉദയംപേരൂർ, കുമ്പളം പഞ്ചായത്തുകൾ എണ്ണുന്നതോടുകൂടി ഞങ്ങളുടെ വിജയം ഞങ്ങൾ സുനിശ്ചിതമാക്കും. അതുപോലെ തന്നെ വൈപ്പിൻ കരയിലും ആദ്യ റൗണ്ടിൽ ഞങ്ങൾ പിന്നിലായിരുന്നു. വലിയ ഭൂരിപക്ഷമാണ് കൊച്ചിയിൽ പ്രതീക്ഷിക്കുന്ന. കൊച്ചിയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം നേട്ടം സ്വന്തമാക്കുന്ന UDF. 2943 വോട്ടുകൾക്ക് RC മുന്നിട്ട് നിൽക്കുന്നു. BJP-ക്ക് പ്രതീക്ഷയുടെ തുരുത്തായി നേമം. അപ്പോഴും രേണുക ഉറപ്പിക്കാനാവുന്നില്ല. കാരണം നിയമത്തിനെയും UDF-ന് മേൽക്കൈയുള്ള ഇടങ്ങളിലടക്കമാണ് വോട്ട് എണ്ണാനുള്ള. ആറാമത്തെ റൗണ്ടിലും പിണറായി വിജയൻ പിന്നിലാണ്. ആറാമത്തെ റൗണ്ടിലും 647 വോട്ടുകൾക്ക് പിണറായി വിജയൻ പിന്നിലാണ്. 647 വോട്ടുകൾക്ക് ആറാമത്തെ റൗണ്ടിലും പിണറായി വിജയൻ പിന്നിൽ. പക്ഷേ ലീഡ് കുറയുന്നു. അവിടെ എൽദോ നമ്മൾ പ്രേക്ഷകരോട് എടുത്തു പറയുന്നു, അതായത് ഇനി എണ്ണേണ്ടത് ധർമ്മടത്തെ ഇടതു കോട്ടകളിൽ തന്നെയാണ്. തീർച്ചയായും പിണറായി വിജയന് വലിയ ആധിപത്യം പുലർത്തേണ്ടതാണ്. പക്ഷേ എൽദോ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ പിണറായി വിജയന് വലിയ അപ്രമാദിത്വം ഉണ്ടാകേണ്ട ഇടങ്ങളിൽ അടക്കം അങ്ങനെ വലിയൊരു അപ്രമാദിത്വത്തിലേക്ക് പോയില്ല എന്ന് മാത്രവുമല്ല, പിണറായി വിരുദ്ധ വോട്ടുകൾ ഒന്നടങ്കം ഇപ്പോൾ അബ്ദുൾ റഷീദിന് പോൾ ചെയ്തു. ഇതാ ML അശ്വിനി 1226 വോട്ടുകൾക്ക് കാസർഗോഡ് മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. കാസർഗോഡ് ML അശ്വിനി. സാധാരണ കാസർഗോഡും ഇത്രയധികം റൗണ്ടുകൾ എണ്ണിയതിനു ശേഷം പിന്നീട് NDAയുടെ ഒരു മുന്നേറ്റം നമ്മൾ കാണാറില്ല. ഒരു പക്ഷെ മഞ്ചേശ്വരത്ത് അത് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ മഞ്ചേശ്വരത്ത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. അവിടെ AKM അഷ്റഫ് മുന്നിട്ട് നിൽക്കുന്നു. സാധാരണ അവസാന ലാപ്പിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമാണ്, വോട്ടെണ്ണൽ അതിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ മാത്രമായിരുന്നു K സുരേന്ദ്രൻ എന്ന എതിരാളി തോൽക്കാറുള്ളത്. ഒന്നുകൂടി പറയണം, KP അഭിലാഷ് 6 റൗണ്ട് പിന്നിടുമ്പോഴാണ് ധർമ്മടത്ത് 647 വോട്ടിന് പിണറായി വിജയൻ പിന്നിൽ പോകുന്നത്. തോൽവിക്ക് സമാനമാണ്. ഒരുപക്ഷെ അവസാന റൗണ്ട് എണ്ണുമ്പോൾ പിണറായി വിജയൻ അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകാം മണ്ഡലത്തിന്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷേ ഈ 6 റൗണ്ടുകളിൽ ഏതാണ്ട് 4 റൗണ്ട് പിന്നിൽ നിൽക്കുന്നു എന്നത് തോൽവിക്ക്. പക്ഷേ രേണുക എനിക്ക് തോന്നുന്നു ഇപ്പോൾ 6ാമത്തെ റൗണ്ടാണ് എണ്ണിക്കഴിഞ്ഞിട്ടുള്ളത്. 7ാമത്തെ റൗണ്ടിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ തീർച്ചയായും മുന്നിലേക്ക് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതാണ് ആ മണ്ഡലത്തിന്റെ ഒരു സവിശേഷത. വോട്ടെണ്ണലിന്റെ ക്രമം നോക്കുമ്പോൾ ആദ്യത്തെ 6 മണ്ഡലങ്ങളിൽ പക്ഷേ അബ്ദുൾ റഷീദിന് അത്രയും മുന്നേറ്റം നടത്താൻ സാധിച്ചു. ലീഡ് തിരിച്ചു പിടിച്ചേക്കാം. പക്ഷേ ഇത് എന്തായാലും തോൽവിക്ക് സമാനമാണ്. 4 റൗണ്ട് പിണറായി വിജയൻ ക്യാപ്റ്റൻ പിന്നിൽ പോകുന്നു എന്നത്. ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിൽ പോയെങ്കിൽ അത് തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന ഈ ഘട്ടത്തിൽ CPM-ന്റെ കോട്ടകളിൽ ഒന്നടങ്കം അവർ പിന്നിലാണ് എന്നതാണ്. ധർമ്മടത്ത് അവർ പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. തളിപ്പറമ്പിൽ അവർ പിന്നിട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.